നോക്കൂ, ഈ 2019 മുതൽക്ക് ജമാഅത്ത്, നമുക്ക് അതിലേക്ക് ഈ ചർച്ച ചുരുക്കിക്കൂടാ, മറ്റു വിഷയങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. ജമാഅത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ 2019 മുതൽ UDF-ന്, ദേശീയ തലത്തിൽ കോൺഗ്രസിന്, അതിന് മുൻപ് വരെയുള്ള പിന്തുണയും അത് നിങ്ങൾക്കാണ് കിട്ടിയിരുന്നത്, അതിനുശേഷമുള്ള പിന്തുണയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇല്ല, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനും CPM-നും ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് എന്താണോ RSS നമ്മുടെ രാജ്യത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെയുള്ള വർഗീയ ചേരിതിരി ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഒരു ഘട്ടത്തിലും അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സദ്യ ഉണ്ടാക്കാൻ, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ച നടത്താൻ, ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അവരെ കൂട്ടുപിടിക്കാനൊന്നും ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. ഇവിടെയുള്ള പ്രശ്നം എന്താ? ജമാഅത്തെ ഇസ്ലാമി രഹസ്യമായും പരസ്യമായും UDF-ന്റെ നേതൃത്വവുമായി സംഭാഷണം നടത്തുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ ഒരു ഘടകകക്ഷി എന്ന പോലെ, UDF-നകത്തുള്ള ഒരു ഘടകകക്ഷിയെ പോലെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഒക്കെ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് അവാസ്തവമാണ്. കാരണം ഒരു സെക്കൻഡ് കാരണം ഇന്നലെ ഈ വിഷയം മാത്രമായി ചർച്ച ചെയ്ത ഘട്ടത്തിൽ, ഇന്നലെ അതായിരുന്നല്ലോ വിവാദം, ആവർത്തിക്കുകയാണ്, അതിൽ മാത്രമായി ചുറ്റിത്തിരിയരുത് ഈ ചർച്ചയെന്ന്. എങ്കിലും നമുക്ക് ആദ്യ ഘട്ടത്തിൽ അത് വന്ന സ്ഥിതിക്ക് പരിശോധിച്ചു പോകാം. ഇന്നലെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി തന്നെ പറയുകയുണ്ടായി, AKG സെന്ററിൽ വെച്ചിട്ടും AK സെന്ററിനെതിരെയുള്ള നിങ്ങളുടെ ഫ്ളാറ്റ് ഉണ്ടല്ലോ, അവിടെ വെച്ചും കോടിയേരി അടക്കമുള്ള നേതാക്കളുമായി രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന്. ജമാഅത്തിന്റെ ഇപ്പോഴത്തെ അമീർ വ്യക്തമാക്കിയിട്ടുണ്ട് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നടന്ന CPM നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റി. അപ്പോൾ അതോ? വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെ മാത്രം വിശ്വസിച്ചുകൊണ്ടല്ലോ താങ്കൾ ഇവിടെ പറയേണ്ടത്. അതിൽ തന്നെ നിങ്ങൾ നോക്കൂ, അവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇപ്പോ അതിലൊരു ക്ലാരിറ്റി കൊടുക്കേണ്ടിയിരുന്നയാൾ നിങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ടാണെങ്കിൽ സഖാവ് കോടിയേരിയാണ്. അദ്ദേഹം ഇന്ന് നിർഭാഗ്യവശാൽ നമ്മളോടൊപ്പം ഇല്ല. അപ്പോ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളല്ല ഇപ്പോ ഞാൻ പറയുന്നത്. 2025 നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തുന്ന ചർച്ചയെ സംബന്ധിച്ചാണ്. ആ ചർച്ചയിൽ അതിനോട് UDF-ന്റെ ഒരു ഘടകകക്ഷി പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തവണ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ SDPI വളരെ മാരകമായ നിലയിലാണ് ഇവിടെ ചില പള്ളികളിലൊക്കെ വെള്ളിയാഴ്ച UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണം നടത്തിയതും അതിന്റെ ചിത്രങ്ങളൊക്കെ അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കോൺഗ്രസ് ചെന്നെത്തിയിരിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പിൽ, കേവലമായ ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ഇത്തരം നിലപാടുകളിൽ, മതനിരപേക്ഷമായ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ അന്ത്യം അവർ തന്നെ കുറിക്കുന്നത് പോലെയാണ്. കോൺഗ്രസ് ഇല്ലാതാവണമെന്നൊന്നും ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ, നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. കോൺഗ്രസ് ഇപ്പോഴെടുക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ കുഴി തോണ്ടുന്നതാണ്.